നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം FC ബാഴ്സലോണയുടെ സൂപ്പർ താരം ഇതാ ഡച്ച് ക്ലബിലേക്ക് അയാക്സിലേക്ക് ചേക്കേറുന്നു. ലോണിലാണ് പോകുന്നത്. ഒരു കാലത്ത് ബാഴ്സലോണയുടെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായിട്ട് എല്ലാവരും വാഴ്ത്തിപ്പാടിയിരുന്ന മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ ഇപ്പോൾ അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ സ്ഥാനമില്ല. അദ്ദേഹം ഇടക്കാലത്തൊന്ന് ജിറോണയിൽ ലോണിൽ പോയി. അവിടെയും അദ്ദേഹത്തിന് പരിക്ക് വലിയ രൂപത്തിൽ വലച്ചു. ഇപ്പോൾ ഈ സീസണിൽ ബാഴ്സക്കൊപ്പം അദ്ദേഹം UK പ്രീ സീസണിനായിട്ട് ട്രാവൽ ചെയ്തിരുന്നു. പക്ഷേ ഇനി അദ്ദേഹം അവിടെ തുടരുന്നില്ല. ഇന്ന് അദ്ദേഹം നെതർലൻഡ്സിലേക്ക് ട്രാവൽ ചെയ്യും. അവിടെ നാളെ മെഡിക്കലുണ്ട്, നാളെ സൈനിങ് നടക്കും. ലോൺ ഡീലിൽ അദ്ദേഹം ഇതാ അയാക്സിലേക്ക്, ഡച്ച് വമ്പന്മാരായ അയാക്സിലേക്ക് ചേക്കേറാൻ പോകുന്നു. 2012 മുതൽ ജർമ്മനിക്ക് വേണ്ടി കളിക്കുന്നയാളാണ്. പക്ഷേ വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല എന്ന് കാര്യം നോക്കുക. 2014 മുതലാണ് ബാഴ്സലോണയിൽ അദ്ദേഹം എത്തുന്നത്. 34 വയസ്സാണ് താരത്തിനുള്ളത്. ഫബ്രിസിയോ അടക്കമുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്പാനിഷ് മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗൻ അവരുടെ പുതിയ താരമായിട്ട്, അയാക്സിൻ്റെ പുതിയ താരമായിട്ട് ഈ വീക്കെൻഡിൽ തന്നെ അനൗൺസ് ചെയ്യപ്പെടും എന്നാണ് ഹിയർ വി ഗോ ഒക്കെ വിളിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനോ പറയുന്നത്. പ്ലാൻ വളരെ കൃത്യമാണ്. ബാഴ്സലോണയും അതുപോലെ തന്നെ താരത്തിൻ്റെ ക്യാമ്പും ഒക്കെ കൺഫേം ചെയ്യുന്ന പ്ലാൻ ഇങ്ങനെയാണ്. ഇന്ന് അദ്ദേഹം നെതർലൻഡ്സിലേക്ക് ട്രാവൽ ചെയ്യും. സാറ്റർഡേ, അതായത് നാളെ മെഡിക്കൽ ഉണ്ടാകും. നാളെ തന്നെ സൈനിങ്ങും നടക്കും എന്നാണ് ഇപ്പം ലഭിച്ചിട്ടുള്ള വിവരം. ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം മറ്റ് മികച്ച ഗോൾ കീപ്പർമാരുണ്ട്. ജോൻ ഗാർഷ്യ, ഷെസ്നി അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തായാലും മാർക്ക് ആന്ത്രേ ടെർ സ്റ്റെഗന് അവിടെ പ്ലേയിങ് ടൈം ലഭിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് താരം മൂവ് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.